അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ വെറും എപ്പിസോഡല്ല, ഫ്ലോപ്പ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ ഒന്നുമല്ല, റിവ്യൂ പറയാനെ കൊണ്ട് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒരു തേങ്ങയില്ലായിരുന്നു. കാരണം കണ്ടുകൊണ്ടിരുന്ന തന്നെ ഉറങ്ങിപ്പോയ ആൾക്കാർ, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ കാണും. എന്തുവാടേ ഇന്നലത്തെ ഈ വീക്കെൻഡ് എപ്പിസോഡ് രണ്ടും വെറും ഫ്ലോപ്പായിരുന്നു, ഒന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഈ ഒരു വിഷയം ഉണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും ഒന്ന് മുക്കാനെ കൊണ്ടും വെളുപ്പിക്കാനെ കൊണ്ടും നടത്തിയ ഒന്ന് മുള്ളിനും മറ്റേ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒതുക്കി തീർത്തതായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഈ രണ്ട് എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നലെയും ചുമ്മാ ലാലേട്ടൻ വന്നിട്ട് കുറച്ച് കഥാപ്രസംഗവും, 50 എപ്പിസോഡായല്ലോ, അപ്പോൾ 50 എപ്പിസോഡിൻ്റെ കുറേ കഥാപ്രസംഗവും, അതുപോലെ അക്ബറിൻ്റെ ഒരു കഥാപ്രസംഗവും, ഒരുമാതിരി വൃത്തികെട്ട സോങ്ങും, എന്തുവാടേ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ സമയം അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ ചിലവഴിച്ച് എപ്പിസോഡ് അങ്ങ് തീർത്ത്. എനിക്ക് സത്യം പറയാം, ഉള്ള കാര്യം പറയണമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നലെ അക്ബറിൻ്റെ ഒരുമാതിരി എഴുതിക്കൊണ്ട് വന്ന ഒരുമാതിരി പാരഡി ഗാനവും, ആകെ ഇത് വീക്കെൻഡ് എപ്പിസോഡ് വരുന്നതിനകത്തല്ല ഈ അക്ബറിൻ്റെ ഈ പാരഡി ഗാനം എഴുതിക്കൊണ്ട് വന്ന് കേൾപ്പിക്കുന്നത് എന്തിനാണെന്നാണ്, ഞങ്ങളെയും കൂടെ വെറുപ്പിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് ബിഗ് ബോസിന് അത് കേട്ട് ചായം കുടിച്ചിരിക്കണമെങ്കിൽ അവർ അത് അക്ബറിനെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും കൺവെൻഷൻ റൂമിലേക്കാളും പോയിട്ട് അത് കേട്ടോണ്ടിരുന്നു. ഇതൊക്കെ എന്തിനാ നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകരെ വെറുപ്പിക്കാനെ കൊണ്ട് ഈ ഉള്ള ഐറ്റങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. എനിക്കുള്ള കാര്യം പറയാനുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയുള്ള പാരഡി പാട്ടൊന്നും എനിക്കിഷ്ടമല്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ പിന്നെ റന ഫാത്തിമയുടെ എവിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, റന ഫാത്തിമ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്തോ ഒരു ഇതിലേ ഓടി വന്ന് മറ്റേ കാമു എന്ന് പറയുന്ന ചെറുക്കനുണ്ടല്ലോ, ആ പയ്യനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. സ്വന്തം തള്ള അതിലെ കൂടെ നടന്നു വരുന്നുണ്ട്. തള്ളയും മൈൻഡ് ചെയ്യുന്നില്ല. തള്ളയും പെങ്ങളും ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കാമുകനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ആ ചെറുക്കന് കുറച്ച് പക്വതയുണ്ട് കേട്ടോ. അവൻ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവനിക്ക് ലേശം ഉളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മാന്യതയുണ്ട് കേട്ടോ, ഒരു ഷോ ഓഫ് എന്നാണെങ്കിൽ പറയാം. പിന്നെ റന ഫാത്തിമയുടെ എവക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് വീക്ക് ഈ റന ഫാത്തിമയെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ജിസേലിൻ്റെയും ആരിൻ്റെയും അക്ബറിൻ്റെയൊക്കെ പൂന്തോട്ടത്തിൽ കയറി ചെന്നൊരു വണ്ട് പോലായിരുന്നു റന ഫാത്തിമ. പിന്നെ അവരിൽ നിന്നൊക്കെ ആ ഒരു പാവട ടീംസിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് റെനയായത്. പിന്നെ റെനയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ, ഗെയിമൊന്നും വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരിയുടെ സ്വഭാവം മാറിയായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടുള്ളൊരു ഇഷ്ടം തോന്നിയായിരുന്നു. പുള്ളിക്കാരി അവിടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എവിക്റ്റ് ആവുന്ന ഒരാൾ റെനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റെനയല്ല. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട്, പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും. കാരണം ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റത്തെ BB ഹോട്ടൽ ഉണ്ടല്ലോ, BB ഹോട്ടലിലൊരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് സാബുമാനോട് തോന്നിയ കുറച്ച് ദയ, വെയിലത്ത് നിന്നല്ലോ എന്നുകൊണ്ട് കുറച്ച് ആൾക്കാർ ഈ സാബുമാന് വോട്ട് കൊടുത്തു. അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. കാരണം ആ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി വെറുതെയാണ് അവിടെ കയറിപ്പോയിട്ടുള്ളത്. ഇതിലും ഭേദം രേണു സുധിയായിരുന്നു, ഇല്ലേ? ഇതിലും ഭേദം രേണു സുധിയായിരുന്നു. അപ്പോൾ ഇവനോടുള്ളൊരു ദയ, വെയിൽ കൊണ്ടുള്ളൊരു ദയ കാരണം കുറച്ച് ആൾക്കാർ വോട്ട് ഈ സാബുമാന് കൊടുത്തു. എനിക്ക് അതിനോട് യോജിപ്പില്ല. വെയിൽ കൊള്ളുന്നു അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നു, ഇത് ഈ സിമ്പതിക്ക് എന്തിനാണ് വോട്ട് കൊടുക്കുന്നത്? സത്യം പറഞ്ഞ ജനങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മാറ്റണം കേട്ടോ. അവിടെ നല്ലൊരു, അതുകൊണ്ടാണ് ഇപ്പം ഈ റന ഫാത്തിമ അവിടെ നിന്ന് എവിക്റ്റായി വന്നത്. കാരണം എന്തുകൊണ്ടും സാബുമാനെക്കാളും ബെറ്റർ ആയിരുന്നു ഈ റന ഫാത്തിമ. അപ്പം ഈ സാബുമാൻ വെയിൽ കൊണ്ടതിൻ്റെ പേരിലാണ് പുള്ളിക്കാരന് കുറച്ച് വോട്ട് കിട്ടിയത്. അതുപോലെ വേദലക്ഷ്മി LGBTQ-നെതിരെ സംസാരിച്ചുകൊണ്ട് പുള്ളിക്കാരിക്കും വോട്ട് കിട്ടി. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ വോട്ട് കൊണ്ട് ഈ റന ഫാത്തിമയുടെ വോട്ട് കുറയും. അങ്ങനെയാണ് ഈ പുള്ളിക്കാരി എവിക്റ്റ് ആയെന്നാണ് എൻ്റെ ഒരു ബലമായിട്ടുള്ള സംശയം. അല്ലാതെ ഈ പുള്ളിക്കാരി പോകേണ്ട കാര്യമില്ല. കാരണം സാബുമാനെ പോലുള്ള വാഴകളൊക്കെ അവിടെ കിടക്കുമ്പോഴത്തേക്ക് റന ഫാത്തിമ പോവോ? എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവിടെ പോയി നന്മ മരം കാണിക്കാനും അല്ലെങ്കിൽ നന്മ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരാനുള്ളൊരു ഷോ അല്ല. 100 ദിവസം നല്ലപോലെ ഗെയിം കളിക്കുക, ജനങ്ങൾക്ക് എന്റർടൈനിങ് കൊടുക്കുക, അതാണ് വേണ്ടുന്നത്. ആരാണോ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് മൈൻഡ് ഗെയിമും കളിക്കുന്ന അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയം സോൾവ് ചെയ്തിട്ടുണ്ട്. സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഈ 2 എപ്പിസോഡ് കൊണ്ടുപോയെന്ന് നമുക്ക് കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഷാനവാസ് നെവിൻ്റെ അടുത്ത് സോറി പറയുന്നു. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ആ ഒരു ഇത് മനസ്സിൽ നിന്ന് എടുത്ത് കളയിപ്പിക്കണം. ഈ ഒരു പ്രശ്നം ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ചർച്ചയാവാതെ സോൾവ് ആയി പോകണം എന്നുള്ളൊരു ധാരണയിലായിരുന്നു 2 എപ്പിസോഡ് ഓടി പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നലത്തെ എപ്പിസോഡ് കൊണ്ടിട്ട് അത് നമുക്ക് ക്ലിയർ ആയി, നല്ലപോലെ ക്ലിയർ ആയി.
അപ്പോൾ ഇന്നലെ ഷാനവാസ് സോറി പറയുന്നുണ്ട്. നിവിനെ ഞാൻ തെറ്റിദ്ധരിച്ചു, അത് പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും സോറി പറയുന്നുണ്ട്. അപ്പം ഞാനിവിടെ വന്നപ്പം ഒരുപാട് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എല്ലാവരെയും വിശ്വസിച്ച് കൂടെ നിർത്തി, പക്ഷേ പല ആൾക്കാരും എന്നെ ചതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും പറയുന്നുണ്ടായത്. അപ്പം നെവിനോട് അത് സോറി പറഞ്ഞു. അപ്പം നെവിനും തിരിച്ച് പറയുന്നുണ്ട് ഇതുപോലെ ഷാനവാസിക്കാടുകൾ എനിക്കൊരു ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പെർസ്പെക്റ്റീവ് ശരിയാവാത്തതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പം പുള്ളിയുടെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പുള്ളിക്ക് തോന്നിയതാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്, അതെങ്ങനെ പുള്ളിയുടെ ഒരു തോന്നലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പുള്ളിക്ക് ഒരു അനുഭവം ഉണ്ടായി, പുള്ളി അത് പ്രതികരിച്ചു. അതിനെ പ്രതികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആദിൽ എന്നൊരു സാധനം അതിനകത്തൊരു കളി കളിച്ചു. ആദിലയുടെ ഒരു നാറിയ കളി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷാനവാസും വീണു, ഈ നെവിനും വീണു. നെവിനെ പിന്നെ ഇളക്കാനെ കൊണ്ട് അക്ബറും ടീമുകളും അവിടെ ആവുന്നത്ര പരിപാടി നടത്തി. അത് നല്ല എപ്പിസോഡ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഷാനവാസും അതുപോലെ ആദിലയും നൂറയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു വിഷയം ഇതുപോലല്ല, കുറച്ചുകൂടെ ഒന്ന് വലിച്ച് പ്രശ്നമാക്കേണ്ട രീതിയിലേക്ക് കൊണ്ട് എത്തിക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അക്ബറും ടീമിനൊക്കെ ഉണ്ടെന്ന് ഇന്നലെ ഒരു ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്പം നെവിനും പറയുന്നുണ്ട്. അപ്പം എങ്ങനെയായാലും അവർ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞു. ശരി, ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഒരു സോറി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തെറ്റൊന്നുമല്ല, ഒരു മനുഷ്യന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനീഷിനെ കടത്തി വിട്ട് ഷാനവാസ് മുമ്പിലായി കേട്ടോ. ഇപ്പൊ ഈ ഒരു ആഴ്ച കൊണ്ടിട്ട് ഒറ്റൊരാഴ്ച കൊണ്ട് പിന്നെ ഇവരെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊക്കെ വീണ്ടും സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇവരെ ഫ്രണ്ട്ഷിപ്പിനെ വാനോളം പൊഴുത്തി ഇനി ഗെയിം മാറ്റാനുള്ള പരിപാടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇവര് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കൊണ്ടുപോകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവരെ ഗെയിമിനെ ബാധിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇപ്പം മൂന്നാമത് കടന്ന ഷാനവാസ് രണ്ടാമത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും പോളും വോട്ടിങ്ങും റിസൾട്ടും എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഷാനവാസ് നല്ലൊരു ഗെയിമറായിട്ട് മേലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അനീഷ് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാണ്. എങ്കിൽ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിലുള്ളത്. പക്ഷേ ഇവരെ ഗെയിമിനെ അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും എല്ലാവരും വിൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോഴും ഒരു സൗഹൃദം കാണും അവിടെ, അത് വേറെ കാര്യം. പക്ഷേ ഓരോ ആൾക്കാരെ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഗെയിമായിട്ട് എടുക്കുന്നോ അതോ കപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ? കാരണം ബിഗ് ബോസ് വീടെന്ന് പറഞ്ഞാൽ പല കുതന്ത്രങ്ങളും അതുപോലെ പല പല രീതികളൊക്കെ ചവിട്ടി മുമ്പോട്ട് പോകുന്ന കപ്പിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ഇനിയിപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും തെറ്റൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ലൈവ് കണ്ടപ്പോഴത്തേക്ക് ലൈവിനകത്ത് അനുമോള് ഷാനവാസിനെ പറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഗെയിം കളിക്കാൻ തുടങ്ങണം. ഇനിയിപ്പോൾ 50 എപ്പിസോഡും കൂടെ 50 ദിവസം കൂടെ ഉള്ളൂ. 50 എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ എനിക്ക് അനീഷിന് ഇഷ്ടമാണ്, ഷാനവാസിന് ഇഷ്ടമാണ്, അനിമോളെ ഇഷ്ടമാണ്, അതുപോലെ ജിഷന് ഇഷ്ടമാണ്. അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരെ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ഒരു ഗെയിമാണ്, ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റും. അപ്പം അവരേതായിട്ടുള്ള രീതിയിൽ അവർക്ക് കളിച്ചേ പറ്റൂ. അതിനെ നമുക്ക് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഇപ്പോൾ ഒരാളെ തേച്ചു അല്ലെങ്കിൽ ഒരാളെ ചതിച്ചു, കുതുകാല് വെട്ടിന്ന് ഇനി പറയാൻ പറ്റത്തില്ല. ഇനി 50 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഓരോ ആൾക്കാരും പോകുന്നത് അവരെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകത്ത് നിന്നുള്ള സൗഹൃദങ്ങൾ ചിലപ്പം ജെനുവിനായിരിക്കാം, ചിലപ്പം ഗെയിമിന്റെ ആയിരിക്കാം. അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ലാലേട്ടന്റെ ഇന്നലത്തെ ഒരു ഇറങ്ങിപ്പോക്ക് പ്രൊമോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ ഒരു മിനിറ്റിന് വേണ്ടിയിട്ടാണ് എപ്പിസോഡ് ഫുള്ള് ഞാൻ ഉറങ്ങി തൂങ്ങിയിരുന്ന് കണ്ടത്. അപ്പം ആ ഒരു മിനിറ്റ് അതിനകത്ത് ഉള്ളൂ ഇച്ചിരിയെങ്കിലും കൊള്ളാവുന്ന ലാലേട്ടൻ്റെ ഒരു ഡയലോഗ്. എന്നാൽ പിന്നെ നിങ്ങൾ കളിച്ചോ, ഞാൻ ഇറങ്ങി പോവാ, ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. അതും സത്യം പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാലേട്ടൻ വന്നിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലേക്ക് മാല കൊണ്ടിട്ട് കൊടുക്കാൻ നേരം ഇപ്പം അഭിലാഷാണെന്ന് തോന്നുന്നു, അഭിലാഷാണ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. അപ്പം ആദിലെ സേവ് ആയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവിടെ അകത്തിരുന്ന് നൂറയും അതുപോലെ അനുമോളും, ആദ്യം നൂറയാണ് ഇറങ്ങി ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, മെഴുകുന്നു, മോങ്ങുന്നു എന്ന് വേണ്ട. അപ്പോൾ അനുമോൾ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഇവർ മൂന്നും അവിടെ ഗാർഡൻ ഏരിയയിൽ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുക ആലോചിച്ചുകൊണ്ട്. എനിക്കൊന്ന് ചെവി കൂടെ പറയുന്നുണ്ടായിരിക്കും, ലാലേട്ട കളഞ്ഞിട്ട് ഇറങ്ങി വാ, നമുക്ക് ഒരു ചായ കുടിക്കാം, അങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ടായിരിക്കും, അവരെ പാടായിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. ഇവർ അകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, നൂറാ അനുമോൾ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര ഇത്? ബാക്കിയുള്ളവരൊക്കെ ഗെയിം കളിക്കാനല്ലേ അപ്പം വന്നത്? ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പാടായിക്കോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചോ,
ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങി ലാലേട്ടൻ്റെ പാട്ടിന് പോകുന്നുണ്ട്. കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് അടുത്ത അക്ബർ അടുത്ത ഒരു മാലയും കൊണ്ടുപോയിട്ട് ഇനി രണ്ടുപേരും ബാക്കി അവിടെ നിൽപ്പുണ്ട്. ഒന്ന് ഈ പറയുന്ന നൂറയും ലക്ഷ്മിയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അക്ബർ മാല എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എന്താ പറയാ, ഞാൻ എന്ത് ഡ്രാമയാണ് ഇനി ഇവിടെ കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ആ മാല എടുത്തിട്ട് റെന ഫാത്തിമയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. കാര്യം കഴിയുന്നു, റെന വെളിയിലേക്ക് വരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം, നെവിൻ്റെ ഏറ്റവും വലിയ സത്യം പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ തന്നെ കലി ഒരുപാട് കലി. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ പട്ടിണി കിടന്നിട്ടാണ് കയറി ബിഗ് ബോസിൽ പോയൊരു വ്യക്തിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ നെവിൻ എന്ന് പറഞ്ഞ സാധനം. വെളിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പട്ടിണി കണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. തിന്നാൻ വേണ്ടി കണ്ട ബിഗ് ബോസിൽ പോയി കിടക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസ് ഓൾറെഡി നമുക്കറിയാലോ അവിടെ റേഷൻ കിട്ടാൻ കുറച്ച് ടൈറ്റ്, അവിടെ ഉള്ള സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഈ ഇളയും വിചാരിച്ചാണ് അവിടെ പോയിട്ട് അങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന റേഷനും കൂടെ എടുത്ത് 4-5 നേരം വെട്ടി മിഴുങ്ങാനുള്ള ഒരു അവസരം വലിയ കിട്ടേക്കുന്ന പറഞ്ഞാൽ കയറി പോയിക്കുന്നത്. ഇന്നലെ 50ാമത്തെ എപ്പിസോഡിന്റെ നിറവിൽ കേക്ക് മുറിച്ചിട്ട് ആൾക്കാർ കുറച്ച് പീസ് എടുത്ത് വായി വെച്ച് കഴിച്ചിട്ട് അവിടെ ലാലേട്ടൻ നിൽക്കുവാണ്. അപ്പം പുള്ളി അവിടെ സമയം കളഞ്ഞിട്ട് ഇവരെ ഒരു ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി പോയിരിക്കുന്നു. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടികളുള്ളതല്ലേ. അപ്പം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി എല്ലാവരും അവിടെ എല്ലാം വന്നിരിക്കുന്നത്, ലാലേട്ടൻ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവനൊരു കേക്ക് എടുത്ത് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് മോനെ കഴിച്ചു കഴിഞ്ഞോ, ഒരു കാര്യം നീ ഞാൻ കഴിക്കും, നീ വന്ന് വലിയൊരു പീസ് എടുത്ത് വെച്ചിട്ട് നീ എടുത്തോണ്ട് പോയി നക്ക്, നീ കഴിച്ചു തീര്. അപ്പം അവൻ അവിടെ വന്നിട്ട് എന്നപ്പം പറയണ്ട, വേണ്ട ലാലേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. എന്തുകൂടെ ആഹാരം കാണാതെ നടക്കുന്ന ടീം കാണാണോ, ഒരു വലിയൊരു പീസ് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് നക്കി കഴിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ചോറ് കഴിക്കാൻ പോയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ ഒരു കാര്യം മനസ്സിലായത്. അപ്പം നെവിൻ പറഞ്ഞു ലാലേട്ട ഇപ്പോൾ പോയായിരുന്നു, ചോറ് കഴിച്ചിട്ട് വന്നായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ഷൂട്ടല്ല കേട്ടോ, ഇത് ബ്രേക്ക് എടുത്തുള്ള ഒരു പരിപാടിയാണ് ഈ ഷൂട്ടിങ്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു പകുതി മുക്കാൽ ദിവസവും അര ദിവസവും കണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂറല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ പോയി തിന്നാനും പോയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രേക്ക് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ്. ലാലേട്ടൻ നല്ലവണ്ണം വ്യക്തമായിട്ട് ചോദിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തിന്നാൻ കാണാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇവൻ പറയുന്നുണ്ട് അതല്ല ലാലേട്ടൻ ഞാൻ പോയി കുറച്ച് ചോറ് തിന്നാരെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ടൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ പറയുമ്പോഴത്തേക്ക് ജിസേൽ ഒരു കാര്യം പറയുന്നുണ്ട്, ലാലേട്ട എനിക്ക് ഞാനിവിടെ നിൽക്കുന്നത് നല്ല സന്തോഷത്തോടെയാണ്, അതുപോലെ ഞാൻ എല്ലാവരെയും സന്തോഷപ്പെടുത്തി എല്ലാവർക്കും ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ കാണുന്നതാണ് മറ്റുള്ള ആൾക്കാരും കൂടെ ഫുഡും കൂടെ മോഷ്ടിച്ചാണ് ഈ ജിസയിലും ആര്യനും ഈ ഇവനൊക്കെ തിന്നുന്നത്. പിന്നെ എപ്പോഴാണ് ഇവർ മറ്റുള്ളവർക്ക് ഫുഡ് വെച്ച് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നൊരു ബോധം വേണം. പിന്നെ വസ്ത്രധാരത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മലയാളികൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ബോധ്യമായി മലയാളികൾ ഉണ്ടെന്ന്. അതുപോലെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ വസ്ത്രദാനത്തേക്ക് ഇഷ്ടപ്പെടുമെന്ന്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആർക്കും ഇഷ്ടപ്പെട്ടതിന് ഞങ്ങൾ കണ്ടതാണല്ലോ കിച്ചണിനകത്ത് നിന്നൊരു നിപ്പ്, എൻ്റെ പൊന്നോ ഇതൊക്കെ ഇറങ്ങിയിട്ടൊന്ന് കാണും കേട്ടോ, ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് എന്തായാലും. അപ്പം പുള്ളിക്കാരി എല്ലാം സപ്പോർട്ട് ചെയ്ത് തലയിൽ വെച്ചേക്കുന്നെന്നാണ് പുള്ളിക്കാരിയുടെയൊക്കെ വിചാരം. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, വേറെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. കഥാപ്രസംഗമായിട്ടൊക്കെ മുമ്പോട്ട് പോയൊരു എപ്പിസോഡാണ് ഇന്നലെ, വെറും ബോർ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.